വാവ് ഉണ്ട് ചെമ്മീനുണ്ട് ഇത് ഉപയോഗിക്കും ഇത് കറി കേറി വാ മക്കളെ ഹോല അമീഗോസ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു ചൂണ്ടിടൽ വ്ളോഗാണ് കേട്ടോ. കൊച്ചിക്കായലിൽ ഒരു ചൂണ്ടിടൽ, അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ഇന്ന് ചൂണ്ടിടാനായിട്ട് ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ കുറച്ച് അമീഗോസും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് നേരം വൈകി, സൺസെറ്റൊക്കെ കഴിഞ്ഞ്. ഗായ്സ്, ഞാൻ എത്തിയപ്പോൾ തന്നെ ഒരു സാധനത്തിനെ കിട്ടിയിട്ടാ. തവളമീനാണ് ഗായ്സ്. തവളമീൻ ആരും കഴിക്കൂല കേട്ടാ. ഇതിനെ കിട്ടിയാൽ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചിടാറാണ് പതിവ്. ഇതിനെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. നമ്മ ഇതിനെ വെള്ളത്തിലേക്ക് ഇട്ടില്ല കേട്ടാ, വേറെ ഒന്നല്ല. വെള്ളത്തിലേക്ക് ഇട്ടാലേ ഇത് വീണ്ടും നമ്മുടെ ചൂണ്ടയിൽ തന്നെ വന്ന് കുടുങ്ങും. ഇത് പെട്ടെന്നൊന്നും മരിക്കൂല കേട്ടാ. ഞാൻ വരുന്നതിന് മുമ്പ് വേറൊരു മീനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ. ഈ മീനിൻ്റെ പേര് ചപ്പേരി എന്നാണ്ടാ. ചിലപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇത് വേറെ പേരായിരിക്കും, പല സ്ഥലത്ത് പല പേരായിരിക്കും. കൊച്ചിയിൽ ഇതിനെ ചപ്പേരി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇത് കറി വെക്കണ മീനാണ് കേട്ടോ. ഇതിനെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കിയിട്ട് പറ്റണില്ല ഗൈസ്. തൽക്കാലം നമുക്ക് ഇങ്ങനെ കാണാം ഗൈസ്. ഇതാണ്ട നമ്മുടെ ഇര, ചാളയും ചെമ്മീനും. ഇതിട്ടാണ്ട ഞങ്ങൾ മീൻ പിടിക്കണത്. ഈ മനോഹരമായ വ്യൂ കണ്ടിട്ടാണ്ട ഞങ്ങൾ മീൻ പിടിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇത് നോക്കി ചൂണ്ടിടാനായിട്ട് നല്ല അടിപൊളി. ഈ കാണുന്നത് വാട്ടർ മെട്രോ ഉണ്ടാ ഗായ്സ്. നമുക്കൊരു മീനെയും കൂടി കിട്ടിയിട്ടാ. കൂരിയാണ്, കടൽ കൂരിയാണ് കേട്ടാ. പിടിക്കണ മീനെല്ലാം ഞങ്ങൾ ഈ ബക്കറ്റിലാണ് ഇടുന്നത്, വേറൊന്നല്ല, കുറച്ചും കൂടി ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമുക്ക് കൂരിനെ തന്നെയാണ് കേട്ടോ കിട്ടിയത്. ഇന്ന് കൂരിയുടെയാണെന്ന് തോന്നുന്നു ഗായ്സ്. അതിനാ ബക്കറ്റിലേക്ക് ഇട്ടിട്ടാ. കൂരിനെ അതിലേക്ക് ഇട്ടപ്പോൾ നമ്മുടെ പഴയ ചപ്പേരി ചത്തുന്നു തോന്നുന്നു ഗായ്സ്. വീണ്ടും കൂരിനെ തന്നെയാണ് ഗായ്സ് കിട്ടിയത്. അതിനെയും ആ ബക്കറ്റിലേക്ക് തന്നെ ഇട്ടിട്ടാ. ഈ മീനെല്ലാം ആരെങ്കിലും വീട്ടിലോട്ട് കൊണ്ടുപോകട്ടാ കറി വെക്കാനായിട്ട്. ഇവിടെ നിന്നാട്ടാ നമ്മൾ ചൂണ്ടിടുന്നത്. ഇവിടെ നിന്ന് ചൂണ്ടിടാനായിട്ട് നല്ല വൈബാണ്. വലിയ വലിയ കപ്പലൊക്കെ ഇടയ്ക്ക് ഇതിലൂടെ പാസ് ചെയ്ത് പോകും. ഇരുട്ടായി തുടങ്ങി ഗായ്സ്. ഞാൻ വന്നപ്പോഴേക്കും ഓൾറെഡി നേരം വൈകി. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. വേറൊന്നുമല്ല, കൊതുക് നിർത്തൂല, അറിയാല. കൊച്ചിയാണ്, കൊതുകിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് ഞാനിവിടുന്ന് പതിയെ ഇറങ്ങണേണ്ട ഗായ്സ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചൂണ്ടിടൽ വിശേഷങ്ങൾ കേട്ടാ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.